ബിഗ് ബോസിൽ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടോ? ഇല്ലേ? കട്ടപ്പ കട്ടപ്പ ആരാണ് ബിഗ് ബോസിലെ? ആരാണ് ബിഗ് ബോസിലെ അനുവിന്റെ കട്ടപ്പ ആരാണ്? പിന്നിൽ നിന്ന് കുത്തിയില്ല, പിന്നിട്ട് കുത്തിയിട്ടുണ്ട്. പിന്നിട്ട് കുത്തിയതാരാ? എനിക്ക് എന്തൊക്കെ അറിയണം? ഒരു ഇന്റർവ്യൂ എടുത്താൽ സംശയമില്ല. എന്റെ ചോദ്യം കേട്ടിട്ടില്ലേ? അങ്ങനെ മനസ്സിലായി. ഞാൻ കണ്ടു. എന്താണ് നീ കണ്ടത്? അല്ല, എല്ലാം ഞാൻ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു. ഞാൻ അവിടെ നിന്ന് എല്ലാം അവിടെ വെച്ച് മറന്നിട്ട് പോകുന്നതാണ്, കളഞ്ഞിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം അനുവിനെ വിന്നർ ആക്കിയതിൽ. കാരണം ഇത്രയും ഡിസേർവ് ചെയ്യുന്ന വേറൊരു കണ്ടസ്റ്റൻസും അവിടെ ഇല്ല. എന്തൊരു ക്വാളിറ്റി ആണല്ലേ. ഗെയിമിനെ ഗെയിമായി കണ്ട് അതിന് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം ആരെയും ഒരു അക്ഷരം ഒരു കുറ്റം പോലും പറയാതെ ഇപ്പോഴും നിൽക്കുന്ന ഏക മത്സരാർത്ഥി അത് അനുമോള് തന്നെയാണ്. ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്, എല്ലാവരും വഴക്ക് പറയാനും അല്ലെങ്കിൽ കുറ്റം പറയാനും അല്ലെങ്കിൽ കാരണം ഏറ്റവും കൂടുതൽ പീഡനം അതിനകത്ത് നേരിട്ടത് അനുമോളാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെളിയിലിറങ്ങി വന്നിട്ട് പരിഭവം പറയാൻ അർഹപ്പെട്ട ഒരാളാണ് അനുമോള്. പക്ഷെ അനുമോളിന്റെ മറുപടി നിങ്ങൾ കേൾക്കും. പക്ഷെ തിരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബാക്കി ഇറങ്ങിയവരും ബിൻസി ആവട്ടെ ശൈത്യ ആവട്ടെ ഓരോരുത്തരും വെളിയിൽ ഇറങ്ങിയതിനു ശേഷം എന്തോരോ ഇന്റർവ്യൂ കൊടുത്തു. ഒരു നല്ല വാക്ക് ഈ അനുമോളിനെ പറ്റി പറഞ്ഞിട്ടില്ല. പോട്ടെ, നല്ല വാക്ക് വിടൂ, പകരം എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഫുൾ കുറ്റവും കുന്നായ്മയും ഇപ്പോഴും അസൂയും കുശുമ്പും മൂത്ത് കംപ്ലീറ്റ് ആയിട്ട് തല തെറിച്ച രീതിയിൽ വർത്തമാനം പറയുന്ന ഒരു രീതി മാത്രമാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്തത് വളരെ അത് ഡിസേർവ് ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് തന്നെയാണ്. ഒരു പരിഭവമില്ല, ഗെയിമിനെ ഗെയിമായി കണ്ടു. ഇനി ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ആദില നൂറയെ എങ്ങനെയായിരിക്കും അനുമോള് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം കാണുക എന്നുള്ളത്. ഇപ്പൊ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പ് മറ്റേ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉടമയുടെ വീട്ടിൽ നടന്ന ഹൗസ് വാമിങ്ങിൽ വെച്ചിട്ട് ആദില നൂറയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒന്ന് കാണുക. അവരോടായിരിക്കണം ഏറ്റവും കൂടുതൽ ഗ്രഡ്ജസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം അനുമോള് കാത്തു സൂക്ഷിക്കേണ്ടത് അല്ലെ. കാരണം മുന്നിൽ നിന്ന് കുത്തുന്നതിനേക്കാൾ ഭീകര അവസ്ഥയാണ് കൂടെ നിന്ന് ചതിക്കുക അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത്. അത് അനുഭവിച്ചത് ആദില നൂറയാണ്. കാരണം ആ 95 ദിവസക്കാലം ഏറ്റവും കൂടുതൽ അനുമോള് കമ്പനി അടിച്ചിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം സ്വന്തം പെങ്ങന്മാരെ പോലെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരികളെ പോലെ കൊണ്ട് നടന്നത് അനുമോളായിരുന്നു. എന്നിട്ട് അവസാന 5 ദിവസം പിന്നിൽ നിന്ന് കുത്തിയതും കൂടെ നിന്ന് ചതിച്ചതും നമ്മുടെ ആദിലയും നൂറയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകരും നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള എന്തായിരിക്കും, അനുമോൾ ഒരു കാരണവശാലും ആരോട് മിണ്ടിക്കഴിഞ്ഞാലും ആദില നൂറയോട് ഒരു കാരണവശാലും മിണ്ടാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും അനുവിന്റെ ക്വാളിറ്റി നോക്കൂ. അവരവിടെ ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ അവർ തീർച്ചയായും പോയി കൈ കൊടുക്കുന്നുണ്ട്, അവരോട് വിശേഷം അന്വേഷിക്കുന്നുണ്ട്, അവരോട് എല്ലാ കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ആ വേദന പ്രകടമായിരുന്നു. കാരണം ഒരു കൈ അകലത്തിലാണ് അവർ നിർത്തിയേക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാവും. എത്ര സ്നേഹം കാണിക്കുന്നു, എത്ര കൈ കൊണ്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതല്ല, ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വേദന നമുക്ക് കൃത്യമായി ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാകും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.